ഗാർഡനിലെ താരം ഇപ്പോൾ ദേ ഈ ഒരു ബൊഹീമിയ പൂക്കളാണ്. എൻ്റെ ബൊഹീമിയ പൂക്കളിലെ ആദ്യ ഫ്ലവറിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൊഹീമിയ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ മുന്നേ ചെറിയ ഷോർട്സ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദേ ഇപ്പോൾ ഫുൾ ബ്ലൂമിങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ബൊഹീമിയ ചെടി ഒരു വള്ളിച്ചെടിയാണ്, ഒരു വിദേശ ചെടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ബൊഹീമിയ ചെടി. വിരിയുന്ന സമയത്ത് മഞ്ഞ പൂക്കളാണെങ്കിൽ പോലും അത് ശേഷം അത് ഓറഞ്ച് കളറിലേക്കും പിന്നെ ചെറിയ റെഡ് ഷെയ്ഡിലേക്കും മാറുന്ന വളരെ മനോഹരമായ ഒരു പൂങ്കുല പോലെ തരുന്ന ചെടികളാണ് ബൊഹീമിയ ചെടി. ഇതിപ്പോൾ ദേ ഒരു മരത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ഇനി മൊട്ടുകളും വരുന്നുണ്ട്. ഇതാണ് ബൊഹീമിയ ചെടി. ബൊഹീമിയ ചെടി ചെറുതായിട്ട് എന്താ പറയുക, നമുക്ക് ചട്ടിയിലും ഒതുക്കി വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലും വളർത്താൻ പറ്റും കേട്ടോ. കൂടുതൽ വെയിലല്ലെങ്കിൽ പോലും നമ്മൾ ചെറുതായിട്ടുള്ള വെയിൽ എന്തായാലും നിർബന്ധമാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം, ഞാൻ തമിഴ്നാട്ടിൽ വളർത്തിയ പ്ലാന്റ് അത് പൂ തരാതെ ഞാൻ നിന്ന സമയത്ത് ഞാൻ മാറ്റി നട്ടിരുന്നു. അപ്പോൾ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഹീമിയ പൂക്കൾ. ഞാൻ പൂക്കൾ നേരിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബൊഹീമിയയുടെ പൂങ്കുല. എത്ര മനോഹരമായ പൂക്കളാണെന്ന് നോക്കൂ. വിരിയുന്ന സമയത്ത് ഇതേപോലെ യെല്ലോ കളറിലായിരിക്കും. അതിന് ശേഷമാണ് നമുക്കിത് ഈ ഒരു കളറിലേക്ക് കിട്ടുക. പിന്നെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പൂങ്കുലൊക്കെ വിരിഞ്ഞിട്ട് കുറേ ആയി, നല്ല അടുക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ ഇല, കണ്ടോ. മൊട്ടുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാണ് മൊട്ട് വിരിഞ്ഞ് വരുന്നതൊക്കെ കണ്ടില്ലേ, യെല്ലോ കളറിലാണ് വരുന്നത്. അതിനുശേഷം ഈ ഒരു കളറിലോട്ട് പോയത് പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. മുകൾ വശത്തൊക്കെ കണ്ടില്ലേ, എത്ര ദിവസവും വാടാതെ നിൽക്കുന്നുണ്ട്. നല്ല കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗി. ഞാനിത് നല്ല വെയിലുള്ള സ്ഥലത്താണ് പടർത്തിയിട്ടുള്ളത്. ഒരു ചെറിയ പ്ലാന്റ് ഞാനിവിടെ ചട്ടിയിൽ വളർത്തിയിട്ടുണ്ട്. ഇതിന് ഷേപ്പ് ചെയ്ത് നിർത്തണം. അതിൽ തന്നെ ചെറിയ പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൽ മെക്സിക്കൻ പെറ്റൂണിയ നിറഞ്ഞിരിക്കുകയാണ്. ഓണായതുകൊണ്ട് അതെല്ലാം അങ്ങ് വെച്ചിരിക്കുകയാണ് ചെറിയൊരു ഭാഗത്ത്. ഈ ഒരു ചട്ടിയിൽ കണ്ടില്ല, ഈ ഒരു ചട്ടിയിൽ തന്നെ 3-4 പൂങ്കുലകളുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ബൊഹീമിയ പൂക്കൾ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഈ പ്ലാന്റ് വാങ്ങുന്ന സമയത്ത് 400 രൂപയായിരുന്നു ഒരു ചെറിയ തൈന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുവിധ നഴ്സറികളിലെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ 300-350 രൂപയ്ക്കൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ നഴ്സറിയിൽ കണ്ടു. എല്ലാം നേരിട്ട് പോയി എടുക്കുന്നതാണ് കേട്ടോ.